കയ്യേറ്റക്കാരെ കുച്ചിവിളങ്ങാൻ സർക്കാരിന്റെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് വന്നിരിക്കുന്നു. സർവകക്ഷി യോഗത്തിൽ കയ്യേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷം ഒന്നടങ്കം ആവശ്യപ്പെട്ടു. ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. വൻകിട കയ്യേറ്റക്കാരെയാകും ആദ്യം ഒഴിപ്പിക്കുകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മൂന്നാറിനെ രക്ഷിക്കാൻ സമഗ്ര നിയമനിർമ്മാണം കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇടുക്കിയിലെ കയ്യേറ്റം സംബന്ധിച്ച സർവകക്ഷി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൈവെക്കുന്നത് വൻകിടക്കാരുടെ നേരെയായിരിക്കും. ഏതെങ്കിലും ഒരു 10 സെന്റിന് താഴെ ആള് താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വീട് കൊടുക്കാനാണല്ലോ നമ്മളിപ്പോൾ നടക്കുന്നത്. നമ്മുടെ ലൈഫ് എന്ന പദ്ധതി ഈ എല്ലാവർക്കും വീട് കൊടുക്കാനാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ തന്നെ ചില വീട് പൊളിക്കാൻ വേണ്ടി പോകാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ പിന്നീട് ആലോചിക്കേണ്ട കാര്യമാണ്, എന്ത് വേണമെന്നൊക്കെ ഉള്ളത്. ഈ ആദ്യത്തെ മുൻഗണന നിലവിലുള്ള കയ്യേറ്റക്കാർ വൻകിടക്കാരുടെ നേരെ കൈവെക്കുക എന്നുള്ളതായിരിക്കും. ഈ വിഷയം പരിശോധിപ്പിക്കുമ്പോൾ നമ്മോടൊപ്പം KPCCയുടെ ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ തത്സമയം ചേരും. അഡ്വക്കേറ്റ് R സജിലാൽ AYF സംസ്ഥാന അധ്യക്ഷൻ, സംസ്ഥാന പ്രസിഡന്റ്, പ്രൊഫസർ സീതാരാമൻ പരിസ്ഥിതി പ്രവർത്തകൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ SR ശക്തിധരൻ, മന്ത്രി AK ബാലൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ, ഒപ്പം S രാജേന്ദ്രൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേരും. ശ്രീ കുഞ്ഞിക്കണ്ണനിലേക്ക് ആദ്യം. ശ്രീ കുഞ്ഞിക്കണ്ണൻ, ഇന്ന് സർവകക്ഷി യോഗം സർക്കാർ വിളിച്ചു ചേർത്തു. ആ യോഗത്തിൽ വലിയ രീതിയിൽ, കാരണം മൂന്നാറിനെ സംരക്ഷിക്കുന്നതടക്കമുള്ള എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് കയ്യേറ്റം ഒഴിപ്പിക്കണമെന്ന സമഗ്രമായ വിലയിരുത്തലിലേക്ക് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. പ്രതിപക്ഷമടക്കം വലിയ രീതിയിൽ തന്നെ വളരെ ആർജവത്തോടു കൂടിയുള്ള നിലപാടുകൾ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഇനി വേണ്ടത് നടപടികളാണ്. ആ നടപടികൾ താങ്കൾ ഏതർത്ഥത്തിലാണ് പ്രതീക്ഷിക്കുന്നത്? പിന്തുണ പ്രതിപക്ഷമടക്കം നൽകുമ്പോൾ ഇനി പ്രായോഗിക തലമാണ് വേണ്ടത്. അതെങ്ങനെ എന്ന തലത്തിലേക്ക് പോകുമ്പോൾ ആശങ്കയുണ്ടോ ശ്രീ കുഞ്ഞിക്കണ്ണൻ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന സർവകക്ഷി യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ ചെറിയ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞു. അത് കെട്ടിടത്തോളം ഒരു അനുകൂലമായ, അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രശ്നത്തിന് കുറച്ചുകൂടി പരിഹാരത്തിന് പ്രയോജനകരമായ ഒരു വിഷയമായി മറുപടിയായി കാണുകയാണ്. പക്ഷേ വളരെയേറെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി നമ്മുടെ ഒരു ഗവൺമെൻറ്റിൻ്റെ നടപടി കർക്കശമായ രീതിയിൽ തന്നെ, നിയമനിർമ്മാണം കർക്കശമായ രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നതാണ് പ്രസക്തമായ ഒരു ചോദ്യം. ഈ വിഷയം നമ്മുടെ കേരള സമൂഹത്തിൽ കുറേ വർഷങ്ങളായി നിറഞ്ഞു നിൽക്കുകയാണ്. തെറ്റിദ്ധാരണകളും അതുപോലെ തന്നെ സംശയങ്ങളും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഈ മൂന്നാർ സംഭവം ഉയർത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഗവൺമെൻറ് ഇത് പരിഹരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആ ശ്രമങ്ങളൊക്കെ ഇന്ന് എവിടെ നിൽക്കുന്നു എന്നതാണ് പ്രസക്തമായ ചോദ്യം. തുടക്കത്തിൽ ആ ചോദ്യം തന്നെ ഒരു പക്ഷേ അതിന് ഉത്തരം കൂടി ശ്രീ മന്ത്രി AK ബാലൻ, താങ്കൾ ശ്രീ AK ബാലൻ ടെലിഫോൺ ലൈനിലുണ്ടല്ലോ. എന്താണ്, ഞാൻ ക്ലിയർ ആയില്ല ചോദ്യങ്ങൾ. അതായത് ശ്രീ AK ബാലൻ, തീരുമാനങ്ങളൊക്കെ സർവകക്ഷി യോഗത്തിൽ ഉയർന്നു വന്നത് ആർജവത്തോടുകൂടി എല്ലാവരും അംഗീകരിക്കുന്നു. ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മുടെ ഈ ചർച്ചയിൽ പറഞ്ഞ ശ്രീ KP കുഞ്ഞിക്കണ്ണൻ, അദ്ദേഹം കോൺഗ്രസിന്റെ KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം അടക്കമുള്ള പ്രതിപക്ഷ നിര പൂർണ്ണ പിന്തുണ നൽകുമ്പോൾ നടപടികളാണ് ഇനി വേണ്ടത്. 2007 ശേഷം കണ്ട നിലപാടുകൾ ഒക്കെ അതിലൊരു പക്ഷേ അതിൽ സ്വയം വിമർശനം വലിയ അർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തല്ലെങ്കിൽ ആ UDF സർക്കാരിനുണ്ട്. അതൊക്കെ മാറ്റിവെച്ചാൽ കൂടിയും ഇനി വേണ്ടത് നടപടികളാണ്. ആ നടപടികളിലേക്ക് കടക്കുമ്പോൾ ശക്തമായ നിലപാടുകൾ തന്നെ അവിടെ ഉണ്ടാകുമോ? അതാണ് ഇനി അറിയേണ്ടത്. ഗവൺമെന്റ് എടുക്കാൻ പോകുന്ന ശക്തമായ നടപടികൾക്ക് പൊതുസമൂഹത്തിന്റെ ഒരു അംഗീകാരം വേണം. അതിന്റെ ഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് മൂന്നാർ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ള ആൾക്കാരുടെയും സംഘടനകളുടെയും മതമേലധ്യക്ഷന്മാരുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും പത്രപ്രവർത്തകരുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗം വിളിച്ചു ചേർത്തത്. അപ്പൊ നമുക്കിതിൽ ഒരു കോൺസെൻസസ് ഉണ്ടായി. അതായത് ഗവൺമെന്റ് എടുക്കാൻ പോകുന്ന നടപടികൾക്ക് പരിപൂർണ പിന്തുണ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ഇന്നത്തെ ഈ യോഗത്തിന്റെ ഒരു പ്രത്യേകത. ഇനി ഗവൺമെന്റ് എടുക്കാൻ പോകുന്ന നടപടികളെ സംബന്ധിച്ച് വളരെ വ്യക്തമാണ്. ഇതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ട്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ഞങ്ങൾ പറഞ്ഞതാണ്. മൂന്നാർ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സങ്കീർണമായിട്ടുള്ള ഒരു ഭൂപ്രശ്നമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ ഭൂപ്രശ്നം പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ എടുക്കുന്നത്.
ഒരു സമഗ്രമായിട്ടുള്ള നിയമനിർമ്മാണത്തെ സംബന്ധിച്ചു കൂടി ഗവൺമെന്റ് ആലോചിക്കുകയാണ് ഇതിന്റെ ഭാഗമായി. അപ്പൊ നമ്മുടെ മുമ്പിൽ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന് 1977 വരെ കുടിയേറിയിട്ടുള്ള പാവങ്ങൾക്ക് അവരുടെ ഭൂമിക്ക് അടിസ്ഥാന രേഖ പട്ടയം ലഭ്യമാക്കുക എന്നുള്ളതാണ്. ഇത് മാറി മാറി വന്ന ഗവൺമെന്റുകൾക്ക് സാധിക്കാതിരുന്നതാണ്. അത് പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിനുള്ള ശക്തമായ നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ഒരു 1-2 കൊല്ലം പിടിക്കുന്നത്. രണ്ടാമത്തെ പ്രശ്നം ജെന്യൂനായിട്ടുള്ള പാവങ്ങളുണ്ട്. അതായത് ഇപ്പോ ഉദാഹരണത്തിന് ഈ തോട്ടം മേഖലയിൽ നിന്ന് അവരുടെ കാലാവധി കഴിഞ്ഞാൽ അവർക്ക് പുനരധിവാസം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പുനരധിവാസം എന്ന് പറയുമ്പോൾ ഒരു കിടക്കാനും അതുപോലെ തന്നെ ഉറങ്ങാനും മരണപ്പെട്ട് കഴിഞ്ഞാൽ കുടിച്ചിടാനുമുള്ള ഒരു സൗകര്യം. അത് ഗവൺമെന്റ് ഭൂപരിഷ്കരണ നിയമം പാസ്സായിട്ടുള്ള നമ്മുടെ ഈ സംസ്ഥാനത്ത് അത് ഒരു ജനാധിപത്യ അവകാശമാണ്, ഭരണഘടനാപരമായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഒരു അവകാശമാണ്. അത് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഒരു ബാധ്യത. ഞാൻ ശ്രീ എ കെ ബാലൻ, ദയവായി താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരുക. AIYF-ന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സജിലാൽ നമ്മോടൊപ്പം തത്സമയമുണ്ട്. ശ്രീ സജിലാൽ, ഇവിടെ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക്, കാരണം ചർച്ചകളുടെയൊക്കെ തന്നെ കൂടെ ഇരുന്നുള്ള ചർച്ചകളുടെയൊക്കെ തന്നെ അഭാവമായിരുന്നുവോ? കാരണം വലിയൊരു വിവാദമാണ് കഴിഞ്ഞ നാളുകളിലടക്കം സൃഷ്ടിക്കപ്പെട്ടത്. അത് LDF-മായി ബന്ധപ്പെട്ട് LDF-നകത്ത് CPIM എന്ന തരത്തിലേക്ക് ചേരിതിരിവ്, വലിയ റിഫ്റ്റ്, വലിയ ഏറ്റുമുട്ടൽ എന്ന തരത്തിലേക്കൊക്കെ തന്നെ വാർത്തകൾ പുറത്തേക്കൊക്കെ വന്ന ഒരു സാഹചര്യം. ഈ ഘട്ടത്തിൽ ഇന്നെടുത്ത നിലപാട് അത് കുറച്ചുകൂടി ഒരു പക്ഷേ നേരത്തെ ആകാമായിരുന്നു. ഇതിനിടയ്ക്കൊരു വിവാദങ്ങൾ ഉണ്ടാവുകയായിരുന്നു. എങ്ങനെയാണ് CPI ഇക്കാര്യത്തെ ഇന്നത്തെ തീരുമാനങ്ങൾ, കാരണം സർക്കാരിൻ്റെ കൂടി ഭാഗമാണ് കാണുന്നത്? കാരണം ആദ്യം വൻകിട കയ്യേറ്റക്കാരെ തൊടുന്നു. തീർച്ചയായും ഇതിനകത്ത് മൂന്നാറിൽ കയ്യേറ്റക്കാർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ LDF ഗവൺമെൻറ് മുന്നോട്ട് പോയത് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇല്ലെങ്കിൽ ആ ഗവൺമെൻറ് നയമനുസരിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ഇവിടെ പ്രകടന പത്രികയിലടക്കം പറഞ്ഞിരുന്നതുപോലെ കയ്യേറ്റക്കാർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഭൂരഹിതരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അവർക്ക് ഭൂമി നൽകുന്നതിന് വേണ്ടി ഇല്ലെങ്കിൽ പട്ടയം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കും എന്ന പ്രകടന പത്രികയിലടക്കം പറഞ്ഞിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ മാസം 25-ാം തീയതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരള നിയമസഭയിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരുന്നു, കേരളത്തിൽ LDF ഗവൺമെൻറ് ഇത്തരത്തിൽ കയ്യേറ്റക്കാർക്കെതിരെ തുടങ്ങിവെച്ച ഒഴിപ്പിക്കൽ നടപടി യാതൊരു ആശങ്കയുമില്ലാതെ തുടരും, ശക്തമായി തുടരുമെന്ന് കഴിഞ്ഞ ഏപ്രിൽ മാസം 25-ാം തീയതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവർത്തിച്ച് കേരള നിയമസഭയിലും അവിടെ പ്രഖ്യാപിക്കുകയുണ്ട്. അവിടെ സജിലാൽ എല്ലാം അത് നമ്മൾ അംഗീകരിക്കുന്നു. ഇനി റവന്യൂ വകുപ്പിന്റെ അടക്കമുള്ള ഭാഗത്തു നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കം ചെയ്യേണ്ട കാര്യങ്ങൾ, അതാണ് ഇനി കാത്തിരിക്കുന്നത് സമൂഹം. ഇന്ന് 2 വർഷത്തെ ഒരു പക്ഷേ സമഗ്ര പദ്ധതി മുഖ്യമന്ത്രി അനൗൺസ് ചെയ്യുമ്പോൾ ഇനി റവന്യൂ വകുപ്പിന്റെ അടക്കം ഇടപെടലുകളാണ് സശ്രദ്ധം വാച്ച് ചെയ്യുന്നത് കേരളം. അതിലേക്ക് വരുമ്പോൾ അതിലൊരു പ്രതീക്ഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ കഴിയുമോ? ഇതിനകത്ത് ആദ്യം മുതൽ തന്നെ കേരളത്തിലെ ഗവൺമെൻറ്റും റവന്യൂ വകുപ്പുമെല്ലാം തന്നെ വളരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. ഇന്നത്തെ യോഗം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ കയ്യേറ്റക്കാർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന കേരളത്തിലെ ഗവൺമെൻറ്റിന് വളരെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഇല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ ഇല്ലെങ്കിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റേ വിവിധ സമുദായങ്ങളുടെ മേലധ്യക്ഷന്മാരടക്കമുള്ള ആളുകളെ വിളിച്ചുകൂട്ടി കേരളത്തിലെ ഗവൺമെൻറ് നയവും നിലപാടും ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായി അവിടെയെല്ലാം തന്നെ കേരളത്തിലെ ഗവൺമെൻറ് നടത്തിവരുന്ന പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ ഉണ്ടാവുകയാണ്. എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെ പറയുന്നു, ഇത്തരത്തിൽ കയ്യേറ്റക്കാർക്കെതിരെ ശക്തമായ നിലപാട് ഈ ഗവൺമെൻറ് സ്വീകരിച്ചു. വൻകിട കയ്യേറ്റക്കാരിൽ നിന്ന് തുടങ്ങണമായിരുന്നു. ആ നിലപാടിലേക്ക് വരുമ്പോൾ അവിടെ റവന്യൂ വകുപ്പ് അടക്കം ശക്തമായ നിലപാടിലേക്ക് പോകും. ഇല്ല, അതിനകത്ത് ആർക്കും തന്നെ തർക്കമില്ലല്ലോ. വൻകിട കയ്യേറ്റക്കാർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും തർക്കമില്ല. വൻകിട കയ്യേറ്റക്കാരടക്കമുള്ള ആളുകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാം തന്നെ നിലപാട്. യാതൊരു ആശങ്കയ്ക്കും വക നൽകുന്നതല്ല. ഇതുമായി ബന്ധപ്പെട്ട് LDF-ന്റെ നയമനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഗവൺമെന്റ് നയം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പൂർണ്ണമായ പിന്തുണ ഇന്നത്തെ യോഗത്തിൽ കൂടി ഉണ്ടായിരിക്കുകയാണ്. തീർച്ചയായും ശ്രീ എ കെ ബാലനിലേക്ക് വരുമ്പോൾ ശ്രീ കുഞ്ഞിക്കണ്ണൻ,
അതായത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സർക്കാരിൻ്റെ, അതായത് ഇത്രത്തോളം 10,000 21-ാം തീയതി മുഖ്യമന്ത്രി ഇടുക്കിയിലേക്ക് പോകുന്നു, 10,000 പേരോളം ആളുകൾക്ക് പട്ടയം നൽകുന്നു. ഇതൊരു കാൽവയ്പ് അല്ലെങ്കിൽ ചൂടുവയ്പ്പാണെന്ന് വിശേഷിപ്പിക്കപ്പെടേണ്ടി വരുന്നത് കഴിഞ്ഞ 5 വർഷക്കാലത്തെ അല്ലെങ്കിൽ ഈ മേഖലയിൽ UDF സർക്കാരിൻ്റെ കാലത്തുണ്ടായിട്ടുള്ള നടപടികൾ അതൊരു പക്ഷേ വിലയിരുത്തുമ്പോൾ അവകാശപ്പെടാൻ കഴിയുമോ ഇത്തരം ഒരു പക്ഷേ LDF നേതാക്കൾ അടക്കമെന്ന് പറയുന്നത് പോലെ ഒരു പുതിയ കാൽവയ്പിലേക്ക് കടക്കുന്നു? അത് നിങ്ങളുടെ ഭാഗത്തേക്കുള്ള ഒരു വിമർശനമായി ആത്മപരിശോധനയായി വരികയല്ലേ ശ്രീ കുഞ്ഞിക്കണ്ണൻ? അല്ല, ഞാനത് നേരത്തെ സംസാരിച്ച് എൻ്റെ പോയിന്റ് പൂർത്തിയാകുന്നതിന് മുമ്പ് വിഷയം മാറി. ഇവിടെ UDFൻ്റെയോ LDF ഗവൺമെൻറ്റിൻ്റെയോ പ്രവർത്തനത്തെക്കുറിച്ച് വിലയിരുത്തുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ശ്രീ അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ സമയത്ത് നടന്ന അതിശക്തമായൊരു വിപ്ലവം ഉണ്ടായിരുന്നല്ലേ മൂന്നാറിൽ. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. പൂച്ചയുടെയും പുലിയുടെയും JCBയുടെയും ഒക്കെ കടന്നാക്രമണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്ത് സാധാരണക്കാരന് എന്ത് കിട്ടി? മൂന്നാറിലെ സംഭവങ്ങൾ എത്രത്തോളം പരിഹരിക്കപ്പെട്ടു? എത്ര വൻകിടക്കാരുടെ കയ്യിൽ കയ്യാമം വെച്ചു? അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ, അവകാശങ്ങൾ, അല്ല അവരെ അനാവശ്യമായി ഉണ്ടാക്കിയ സംവിധാനങ്ങൾക്ക് നമുക്ക് തടയിടാൻ പറ്റി? തുടങ്ങിയ പ്രധാനപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയില്ലേ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷത നടന്ന ചർച്ച, ആ ചർച്ചയിൽ വന്നിരിക്കുന്ന തീരുമാനങ്ങൾ സ്വാഗതാർഹം. കാരണം അത് കേട്ടപ്പോൾ നടപ്പാക്കാൻ കഴിയുമോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. ഇപ്പോൾ തന്നെ നിങ്ങളിൽ നിന്ന് വരുന്നൊരു വിഷയം റവന്യൂ വകുപ്പ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ്. ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ മാത്രം ആശങ്കപ്പെടേണ്ട കാര്യം, അതാണ് ഞങ്ങൾക്ക് ഉത്തരം കിട്ടാത്തത്. ഇതിനകത്ത് വേറെ എന്തെങ്കിലും തിരിമറികൾ ഉണ്ടോ? ഒരു ഗവൺമെൻറ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷത നടന്ന കക്ഷി നേതാക്കളുടെയും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ തീരുമാനം, അതിൽ വെള്ളം ചേർക്കാൻ റവന്യൂ വകുപ്പ് ഏതെങ്കിലും നടപടി സ്വീകരിക്കുമോ? കർക്കശമായ നിലപാട് സ്വീകരിക്കുമോ? നിങ്ങളുടെ ചോദ്യമാണ്. സാധാരണക്കാരൻ അതിനെന്താ ഉത്തരം കണ്ടെത്തുക? അപ്പോൾ ഇത് കേവലം ഒരു പ്രഹസനമായി മാറുകയും തീരുമാനം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമമായി മാറുകയും പിന്നീട് റവന്യൂ വകുപ്പും മറ്റ് വകുപ്പുകളും തമ്മിലുള്ള സംഘടനത്തിൻ്റെ ഭാഗമായി പഴയതുപോലെ അർദ്ധോക്കുതിയിൽ നിൽക്കുകയും ചെയ്യുമോ എന്നതാണ് പ്രസക്തമായൊരു സംശയം. അതായത് ആ ചോദ്യം ഉയരുന്നത് എല്ലാ അർത്ഥത്തിലും ഈ ചർച്ചയിൽ ഇന്ന് പങ്കെടുത്തത് എല്ലാ മേഖലകളിലുള്ള ആൾക്കാരാണ്. മതമേലധ്യക്ഷന്മാരുണ്ട്, റവന്യൂ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആ റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ടൗൺ പ്ലാനിംഗ് ഒരുപക്ഷെ അവിടെയൊക്കെ നടത്തിയിട്ടുള്ള ഓഫീസർമാരടക്കം വരുത്തിയ പിഴവുകൾ, ഒന്നാം മൂന്നാർ ദൗത്യത്തിനേറ്റ തടസ്സങ്ങൾ, ഇതൊക്കെ പരിശോധിച്ചുകൊണ്ട് ഒരുപക്ഷെ സ്വാഭാവികമായിട്ടും റവന്യൂ വകുപ്പിൽ എന്തെങ്കിലും സംശയങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം തീർപ്പ് കൽപ്പിച്ച് ഈ പറയുന്ന കർമ്മ പദ്ധതിക്ക് യാതൊരു തടസ്സമേ ഒരുപക്ഷെ ഒരു ചർച്ചകൾ തെറ്റായ തരത്തിലേക്ക് പോലും കൊണ്ടുപോകാത്ത തരത്തിൽ പ്രായോഗികമായി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുമോ ശ്രീ AK ബാലൻ? ഇതില് കുറച്ച് ആദ്യം മനസ്സിലാക്കേണ്ടത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ട്. അത് ആദ്യം മനസ്സിലാക്കണം. ഞാൻ ആദ്യം സംസാരിക്കുമ്പോൾ നിങ്ങൾ അങ്ങ് ഇടപെട്ടു, അതിന്റെ നമുക്ക് പറയാൻ സാധിക്കാതിരുന്നത്. ഒന്ന് മനസ്സിലാക്കേണ്ടത് 1977 വരെയുള്ള ഭൂമിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല നമുക്ക്. യഥാർത്ഥത്തിൽ അതല്ല പ്രശ്നം. വൻകിട ആൾക്കാർ കൈവശം വെച്ച ഭൂമി പിടിച്ചെടുക്കുക എന്ന് പറയുമ്പോഴുള്ള ഒരു നിയമപരമായിട്ടുള്ള പ്രശ്നമുണ്ട്. കാരണം മൂന്നാർ ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ നമ്മളത് അനുഭവിച്ചതാണ്. അതാദ്യം മനസ്സിലാക്കണം നമ്മൾ. ഇവിടെ എന്താന്ന് പറഞ്ഞാൽ കള്ളപ്രമാണങ്ങൾ വെച്ചിട്ട് രേഖ ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്പർ 1. നമ്പർ 2, കെട്ടിടത്തിന് ബിൽഡിംഗ് റൂള് പ്രകാരമുള്ള പെർമിറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളങ്ങ് കടക്കുമ്പോൾ തന്നെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ സ്റ്റേ കിട്ടും കോടതിയിൽ നിന്ന്. അതാദ്യം മനസ്സിലാക്കണം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാ ലൂപ്പ് ഹോളും അടച്ചിട്ടുള്ളതായിരിക്കണം. ഇതിപ്പോൾ നമ്മൾ അൺഓതറൈസ്ഡ് ആണ്, നിയമവിരുദ്ധമാണ്, കയ്യേറ്റമാണ് എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ഈ ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾ ഓരോ കേസ് എടുത്തു കഴിഞ്ഞാലും അവരുടെ കയ്യിൽ ഒരു ആധാരം ഉണ്ടാവും, ഒരു രേഖ ഉണ്ടാവും. രണ്ടാമത് അവർ പണിത കെട്ടിടത്തിന് ബിൽഡിംഗ് പെർമിഷൻ ഉണ്ടാവും. ഇത് അവരുടെ കയ്യിലുള്ളിടത്തോളം കാലം ആരെന്ത് ചെയ്ത് കഴിഞ്ഞാലും കോടതിയിൽ നിന്ന് പെട്ടെന്ന് സ്റ്റേ കിട്ടും. കോടതിയിൽ നിന്ന് സ്റ്റേ കിട്ടാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടാകില്ല. അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടപെടലായിരിക്കണം നമ്മൾ നടത്തേണ്ടത്. അതിനാവശ്യമായിട്ടുള്ള പ്രിക്കോഷൻസ് നിയമപരമായിട്ട് എങ്ങനെ എടുക്കാൻ സാധിക്കും, ഇതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് ആദ്യം തന്നെ ഗൗരവമായി ആലോചിക്കുന്നില്ലെങ്കിൽ, എടുത്തുചാട്ടമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പഴയ മൂന്നാർ അനുഭവവും കോടതി വിധിയായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത്. അത് ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടുപോകണം. കാരണം ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ ടാറ്റാന്റെ കയ്യിൽ KDH നിയമപ്രകാരം 58,000 ഏക്കർ ഭൂമിയെ ടാറ്റക്ക് വെക്കാൻ അവകാശമുള്ളൂ. പക്ഷെ ടാറ്റ ചെയ്ത എന്താ? ഒരിക്കലും ഭൂമി അളന്ന് സർവേ നടത്തി
തിട്ടപ്പെടുത്തി കൊടുക്കുന്നതിന് ടാറ്റയും തയ്യാറായിരുന്നില്ല, മാറി മാറി വന്ന ഗവൺമെന്റും തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് ടാറ്റക്ക് ആ പരിസര പ്രദേശത്തുള്ള ഭൂമിയൊക്കെ കൈവശം വെക്കാനും ടാറ്റ അനധികൃതമായി ഭൂമി പലർക്കും വിൽക്കുന്നതിനും ആ വിറ്റ ഭൂമിൻ്റെ അകത്ത് റിസോർട്ട് പണിയുന്നതിനും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇപ്പോൾ 1957 തീരുമാനമാണ് മൂന്നാർ ടൗണിൽ 500 ഏക്കർ ഭൂമി ടാറ്റ വിട്ടുകൊടുക്കും എന്നുള്ളത് ഹൈക്കോടതി പറഞ്ഞാണ്. ഇന്നേവരെ വിട്ടുകൊടുത്തിട്ടില്ല. ഒരു പ്രദേശം അങ്ങനെ തന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ കേരളത്തിൽ ഒരു പ്രദേശം ഇപ്പോഴും ടാറ്റ കൈവശം വെക്കുക എന്താ അധികാരമുള്ളത്? അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഭൂപരിഷ്കരണ നിയമം പാസ്സായിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നടപ്പിലാക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഇടപെടാൻ പോകുന്ന പ്രശ്നങ്ങൾക്ക് അതിനെ അതിജീവിക്കാൻ അപ്പുറത്ത് കഴിവുള്ള കെൽപ്പുള്ള സാമ്പത്തിക സ്രോതസ്സുകളും മറ്റ് സംവിധാനങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കി രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടി ഇടപെടുന്നില്ലെങ്കിൽ പരാജയപ്പെട്ടു. ഞാൻ ശ്രീ എ കെ ബാലൻ ദയവായി തുടരുക. ശ്രീ SR ശക്തിധരൻ, അതായത് സുപ്രീം കോടതി വരെ പോയി സ്റ്റേ വാങ്ങിയ റിസോർട്ടുകൾ സ്റ്റേ സ്വന്തമാക്കി വന്ന് അവിടെ അതിജീവിച്ച് അവർ പോലും ഒരുപക്ഷെ അതിൻ്റെ കയ്യേറ്റം വലിയൊരു ഭാഗം കയ്യേറ്റ ഭൂമി കൈവശം വെക്കുന്നവർ ഇവരൊക്കെ നിലനിൽക്കുന്ന ഘട്ടങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു ദൗത്യത്തിന് നിയമപരമായ രീതിയിൽ പല നൂലാമാലകളിലേക്ക് അടക്കം പോയേക്കാം. എങ്കിൽ കൂടിയും സർക്കാർ പ്രകടിപ്പിച്ച ഈ ഒരു ഇച്ഛാശക്തിയെ താങ്കളെ പോലുള്ളൊരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എങ്ങനെ കാണുന്നു? തീർച്ചയായും ഇന്നിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ മുൻകൈ ഇത് വളരെ ഏറെ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മത സംഘടനകളുടെ നേതാക്കന്മാരും മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ മറ്റ് പരിസ്ഥിതി പ്രവർത്തകരും ഒക്കെ കൂടി പങ്കെടുത്തൊരു യോഗമാണ്. ഇത്തരമൊരു യോഗം താമസംവിന വിളിച്ചു കൂട്ടുമെന്ന് കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി മൂന്നാറിലെ ഉന്നതതല യോഗം ചേർന്നപ്പോൾ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. അത് താമസംവിന വിളിച്ചു കൂട്ടുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് നീങ്ങുകയും ചെയ്യുകയാണ്. ഇവിടെ മറ്റേ നിയമമന്ത്രി എ കെ ബാലൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്ത് നിയമനിർമ്മാണം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും കോടതികളുടെ ഇടപെടലുകൾ നമ്മുടെ ഏത് പുരോഗമനപരമായ നയത്തെയും തകർക്കത്തക്ക രീതിയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് ശ്രീ SR ശക്തിധരനെ പോലുള്ള ആളുകളും ഒരുപക്ഷെ അങ്ങനെ ഭയക്കുന്നു. അത് ആ ഒരു ഭയപ്പാടുള്ളതിനോടൊപ്പം തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥരെയും നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ. കാരണം 1972 ഞാൻ ഈ കേരള നിയമസഭയിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്നത്. അന്ന് മുതൽ കേൾക്കുന്ന ഒരു വാചകമാണ് 1/1/1977 കട്ട് ഓഫ് ഡേറ്റ് വെച്ചിട്ട് ഇന്ന് വരെ അത്തരം ആളുകൾക്ക് പട്ടയം കൊടുത്തു തീർക്കാനായിട്ട് നമ്മുടെ ഭരണ സംവിധാനത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ദുഃഖസത്യം മുമ്പിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഞാനത് ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് ഈ കാര്യത്തിലാണ് ഗവൺമെൻറ്റിന് ഏറ്റവും വലിയ ഇച്ഛാശക്തി വേണ്ടത്. അത് ആരുടെയെങ്കിലും ഇഷ്ടാനിഷ്ടങ്ങൾ, ചില ഉദ്യോഗസ്ഥന്മാരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഭരണാധികാരികൾ വഴങ്ങാൻ പോയാൽ അത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകും എന്നുകൂടി കണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ തീർച്ചയായും. ശ്രീ എ കെ ബാലൻ, അതായത് ഞാൻ താങ്കളിലേക്ക് വരാം. കാരണം റവന്യൂ ഉദ്യോഗസ്ഥർക്ക് അടക്കം വരുത്തിയ വീഴ്ചകൾ ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതല്ലേ? അതിൻ്റെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ പരിസ്ഥിതി പ്രവർത്തകൻ ആയ ശ്രീ പ്രൊഫസർ സീതാരാമൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ സീതാരാമൻ, നിങ്ങൾ ഇന്ന് പരിസ്ഥിതി പ്രവർത്തകരടക്കം മുന്നോട്ട് വെച്ച വലിയ ഒട്ടേറെ വാദഗതികളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്, ഫലപ്രദമായ നിർദ്ദേശങ്ങൾ. ഈ നിർദ്ദേശങ്ങളൊക്കെ പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ ഇതിനൊക്കെ ഒരു പൂർണ്ണത ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നതാണോ? ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിയമത്തിൻ്റെ വലിയ നൂലാമാലകൾ അതാണ് നമ്മൾ കണ്ടത്. കാരണം നമ്മൾ ഒന്നാം ദൗത്യം ഇവിടെ പരാജയപ്പെട്ടു, അവിടെ ഉദ്യോഗസ്ഥരുടെ പിഴവുകൾ അടക്കമുണ്ട്. ഇതൊക്കെ നോക്കുമ്പോൾ എങ്ങനെ ഈ തീരുമാനത്തെയും കാണുന്നു? മുന്നോട്ടുള്ള 2 വർഷത്തെ ഒരു ഡെഡ് ലൈനാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് പട്ടയുമായി ബന്ധപ്പെട്ട്. ഇതൊക്കെ പൂർത്തീകരിക്കേണ്ട ബാധ്യത സർക്കാരിൻ്റെ മുന്നിലുണ്ട്. അതിലേക്കൊക്കെ കടക്കുമ്പോൾ ഇത്തരം പ്രായോഗിക പ്രശ്നങ്ങൾ അതിനെ മറികടക്കാൻ എന്താണ് വേണ്ടത്? അതായത് പ്രായോഗിക പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ ഒരുപാട് അഴിമതികളാണ് ഇത്രയും നാളും നാം കണ്ടിരുന്നത്. ഈ ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതികൾ കൊണ്ടാണ് കുറേ അധികം പട്ടയങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളതും അതുപോലെ ഉദ്യോഗസ്ഥന്മാരുടെ കൈപ്പഴവ് മൂലമാണ് പലതും സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് ഗവൺമെൻറ്റിന് ഒരു വിൽ പവർ ഉണ്ടെങ്കിൽ, ഗവൺമെൻറ് അതിന് കേസ് വരികയാണെങ്കിൽ തന്നെ അതിനെ നേരിടാൻ ഗവൺമെൻറ് തയ്യാറാണെങ്കിൽ, ഉദ്യോഗസ്ഥർ തയ്യാറാണെങ്കിൽ കയ്യേറ്റം ഒഴിപ്പിക്കുന്നത് ചെറുതായാലും വലുതായാലും അതൊരു വിഷയമല്ല.
ചെറിയ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിലും തെറ്റൊന്നുമില്ല. റിസോർട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് തികച്ചും അശാസ്ത്രീയമായ രീതിയിലാണ് റിസോർട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ 2010 ശേഷം 300ഓളം അശാസ്ത്രീയമായ അനധികൃതമായ റിസോർട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ 8 സെൻറ്റിലും 10 സെൻറ്റിലും ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ റിസോർട്ടുകളൊക്കെ മൂന്നാറിൻ്റെ ഒരു വലിയ ദുരന്തത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വലിയ കയ്യേറ്റങ്ങളെ മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, കയ്യേറ്റങ്ങളായാൽ റിസോർട്ടുകൾ പണിത് വ്യാജ പട്ടയം മേടിച്ച് അങ്ങനെയുള്ളതിനെ ഒഴിപ്പിച്ചു വിടേണ്ടതും അത്യാവശ്യമാണ്. മൂന്നാറിൻ്റെ പരിസ്ഥിതി ലോല പ്രദേശത്തുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തണമെങ്കിൽ കയ്യേറ്റങ്ങളെല്ലാം തന്നെ ഒഴിപ്പിച്ചു വിടണം. അങ്ങനെ ഒഴിപ്പിച്ചു വിട്ട ശേഷം അവർ കോടതിയിൽ പോവുകയാണെങ്കിൽ നല്ല ഉദ്യോഗസ്ഥർ മുഖാന്തരം അതിനെ നേരിടേണ്ടി വരും. നേരിട്ട് തന്നെ അതിനെ നമ്മൾ ഉത്തരം നൽകേണ്ടി വരും. മിനിസ്റ്റർ, അതായത് ഈ ഉദ്യോഗസ്ഥരടക്കം ഇതിനൊക്കെ വളം വെച്ചു കൊടുത്ത ഉദ്യോഗസ്ഥർ നിരവധി പേരുണ്ട്. ഇവരെയൊക്കെ അവർക്കെതിരെയുള്ള നിലപാടുകൾ അതൊക്കെ സ്വീകരിക്കുന്ന തരത്തിലേക്കുള്ള അതിനൊക്കെ അതോ ആദ്യം കയ്യേറ്റം ഒഴിപ്പിക്കുക അതിനുശേഷം നടപടി, എങ്ങനെയാണ് ഇക്കാര്യത്തിലൊക്കെ ഒരു വിശ്വാസം? നിയമപരമായ തരത്തിലുള്ള വെല്ലുവിളികൾ പോലും നേരിടാൻ അതിനുള്ള രൂപരേഖ പോലും വരും ദിവസങ്ങളിൽ തയ്യാറാക്കാനുള്ള പ്രത്യേക കർമ്മ പദ്ധതിക്കൊക്കെ രൂപം നൽകുമോ? ഇതിലൊക്കെ സർക്കാർ പ്രകടിപ്പിക്കുന്ന ഒരു വിശ്വാസം എന്താണ് ശ്രീ എ കെ ബാലൻ? ശ്രീ എ കെ ബാലനിലേക്ക് മടങ്ങിയെത്ത ശ്രീ കുഞ്ഞിക്കണ്ണൻ, അതായത് ഇവിടെ ചോദിക്കുമ്പോൾ, കാരണം നിങ്ങളുടെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പാരിസണിലേക്ക് വരുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ SR ശക്തിധരൻ പറഞ്ഞതുപോലെ വർഷങ്ങളായി കേൾക്കുകയാണ് ഈ 1977 അതിനുശേഷമുള്ള നൂലാമാലകൾ, അതിനുശേഷം ഇച്ഛാശക്തിയോടുകൂടി 2007 ഇടപെട്ടെങ്കിൽ അതിനുശേഷം പിന്നീട് വന്ന അവിടെ തടസ്സം വരുന്നു. അതിനുശേഷം 5 വർഷം നിങ്ങൾ ഭരണത്തിൻ്റെ പങ്കാളികളായി. അവിടെ എത്രത്തോളം ഇച്ഛാശക്തിയോടുകൂടി ഇത്തരം നിലപാടുകളെ ചോദ്യം ചെയ്യാനും ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ആത്മപരിശോധന കൂടി വ്യക്തമായി സ്റ്റിക്ക് ഓൺ ചെയ്ത് പറയുകയാണെങ്കിൽ ശ്രീ കുഞ്ഞിക്കണ്ണൻ? ഞാൻ പറയാം. ബഹുമാനപ്പെട്ട മന്ത്രി നേരത്തെ പറഞ്ഞ അഭിപ്രായങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ ഒരു വസ്തുത, ഇത് ഇന്നത്തെ തീരുമാനം ഇവിടെ ചെന്ന് അവസാനിക്കുന്നതിൻ്റെ ഒരു സൂചന നൽകുകയാണ്. കാരണം മറുവശത്ത് സാമ്പത്തിക രംഗത്ത് വലിയ അതിൻ്റെ സ്രോതസ്സുകളുണ്ട്, അതുപോലെ തന്നെ കോടതികളുണ്ട്. ഓരോ ഘട്ടങ്ങളും മുമ്പോട്ട് പോകുമ്പോൾ തടസ്സപ്പെടുത്താവുന്ന ഒരുപാട് ശക്തികളുണ്ട്. ഈ പറയുന്ന ശക്തികളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ഒരു വരികൾക്കിടയിലൂടെ വായിച്ചു നോക്കിയാൽ അങ്ങനെ ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയും. അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ സംസാരിച്ചത്. മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളുടെ ശക്തി അല്ലെങ്കിൽ അവരുടെ ആ കാലത്തെ നടപടിക്രമങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലിനപ്പുറത്ത് ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ ഇത് നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എത്രത്തോളം ഇച്ഛാശക്തി കാണിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ അവസാനമായിട്ട് പറയാം. ഇപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് ഒരു സംശയം പറഞ്ഞല്ലോ. ഇപ്പോൾ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ശ്രീ ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ ഇവിടെ മൂന്നാറിൽ നടക്കുന്ന നടപടിക്രമങ്ങൾ അതിൽ സംശയിക്കത്തക്ക ഒന്നുമില്ലെന്ന് ജനങ്ങൾക്ക് തോന്നുന്നു. യാഥാർത്ഥ്യം എന്തെന്ന് എനിക്കറിയില്ല. അപ്പം നീതിപൂർവമായിട്ട് ഉദ്യോഗസ്ഥന്മാർ മുമ്പോട്ട് പോകുന്ന സമയത്ത് അവരെയൊക്കെ ഊളംപാറയിലേക്ക് വിടുന്നതാണ് നല്ലത് എന്ന അഭിപ്രായ പ്രകടനം കൂടി തിരിച്ചു വരുമ്പോൾ എവിടെയാണ് പ്രശ്നങ്ങളുടെ കിടപ്പ്? ഞാൻ മൂന്നാറിനെ കുറിച്ച് ഞാൻ എടുത്തു പറയുമ്പോൾ അവിടെ ഒരു വലിയ രാഷ്ട്രീയ ശക്തി അവരുടെ കുത്തകയായിട്ടാണ് ഈ പറയുന്ന സംഭവങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിലാർക്കും നിഷേധിക്കാൻ പറ്റില്ലല്ലോ. ഈ കഴിഞ്ഞ ഓരോ സംഭവങ്ങളെടുത്ത് പരിശോധിച്ചാലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാട് എന്ത് എന്ന് ഇന്ന് വരെ വ്യക്തമായിട്ടില്ല. കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെയെങ്കിലും ഇതുപോലെ ഭൂമി പിടിച്ചെടുക്കുകയോ കയ്യേറ്റം ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ കർശനമായ നടപടി സ്വീകരിക്കുന്നതിൽ പാർട്ടി യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ ഇന്ന് വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടി ഞങ്ങളുടെ ഇടയിൽ ആർക്കെങ്കിലും ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ നടപടി സ്വീകരിക്കുന്നത് അത് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയത്തക്ക വിധം ആർജവത്തോടുകൂടി ഒരു മറുപടി ഇതുവരെ കേട്ടിട്ടില്ല. അതിനുള്ള റിപ്പോർട്ട് അടക്കം ഇന്ന് ഒരുപക്ഷെ താങ്കൾ പറയുന്നത് പോലെ സ്വന്തക്കാർ അല്ലെങ്കിൽ ഇഷ്ടക്കാർ കയ്യേറ്റം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനും നടപടി ഉണ്ടാകുമെന്ന നിലപാടിലേക്ക് ഇന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് എന്തായാലും ഇത്രയും പോയ സ്ഥിതി അതുകൂടെ നമ്മൾ മുഖവിലേക്ക് അല്ലെങ്കിൽ വിശ്വാസത്തിൽ എടുത്തൂടെ? എടുക്കാം.
എടുക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന ഒരു യോഗ തീരുമാനത്തെ ഞാൻ ലഘൂകരിക്കുകയല്ല. പക്ഷേ ഇന്നലകളിലെ വസ്തുതകളിലേക്ക് അങ്ങ് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് പരിശോധിക്കാൻ വേറെ കുറേ കാര്യങ്ങളുണ്ട്. അതുമാത്രമാണ് സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന ഒരു ഔദ്യോഗിക യോഗത്തെക്കുറിച്ചോ തീരുമാനത്തെക്കുറിച്ചോ പ്രതിപക്ഷ കക്ഷികൾ അടക്കമുള്ള ഒരു വലിയ ഒരു യോഗ തീരുമാനത്തെക്കുറിച്ച് ഞാൻ ലഘൂകരിക്കുന്നില്ല. പക്ഷേ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സംസാരത്തിൽ അവിടെ എവിടെയോ സംശയങ്ങൾ പതിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് ഒരുപാട് ഒരുക്കങ്ങൾ ആവശ്യമാണ്. കാരണം കോടതികളുണ്ട്, സാമ്പത്തിക സ്രോതസ്സുകളുണ്ട്, കള്ളരേഖ ഉണ്ടാക്കിയവരുണ്ട്, കള്ള പട്ടയങ്ങൾ കിട്ടിയവരുണ്ട്, അതുപോലെ തന്നെ ബിൽഡിങ്ങുകളിൽ കള്ളരേഖകൾ തയ്യാറാക്കിയവരുണ്ട്. ഈ പറയുന്ന എല്ലാ ശക്തികളെയും മൂക്ക് കയറിയിടാൻ ഈ ഗവൺമെൻറ്റിൻ്റെ ഈ തീരുമാനം പ്രസക്തമാണോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് ഗവൺമെൻറ് മുഖേന മാത്രമാണ്. അതിൽപ്പെട്ട ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സംസാരത്തിൽ അവിടെ എവിടെയൊക്കെയോ ദുസ്സൂചനകൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ വിഷയം എടുത്തു പറഞ്ഞത്. യെസ്, വളരെ നന്ദി. ശ്രീ സജിലാൽ, അതായത് ഈ മൂന്നാറില് തഹസീൽദാർമാരും ഇപ്പം വില്ലേജ് ഓഫീസറുടെയൊക്കെ ഒത്താശയോടുകൂടിയാണ്, അതായത് റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടിയാണ് കയ്യേറ്റങ്ങൾ നടന്നതെന്ന് നിവേദിത പി ഹരൻ്റെ റിപ്പോർട്ടുണ്ട്, സൽകുമാറിൻ്റെ ഉണ്ട്, ഗോപാൽ മേനോൻ്റെ ഒക്കെ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾക്ക് ഒരു വലിയൊരു വെല്ലുവിളിയാണ്. കാരണം ഇനി ആ ഉദ്യോഗസ്ഥരെ കൂടെ മുൻനിർത്തിയാണ് നമ്മൾ അതിലേക്കടക്കം ഈ ഒരു വലിയ അല്ലെങ്കിൽ പൊളിച്ചെടുത്തിലേക്ക് നമ്മൾ നീങ്ങുന്നത്. ഒപ്പം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശ്രീ കുഞ്ഞിക്കണ്ണൻ അടക്കം പരിസ്ഥിതി പ്രവർത്തകരടക്കം ചില സൂചനകൾ പറയുന്നത് പോലെ നിയമപരമായ വെല്ലുവിളികൾ, ഇതിനെയൊക്കെ ഏതർത്ഥത്തിൽ ഇനി റവന്യൂ വകുപ്പിൻ്റെ മേൽനോട്ടത്തിലേക്കാണ് കാര്യങ്ങൾ കൂടുതൽ വരുന്നത്, ഏതർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും? അത് മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടം മുതൽ റവന്യൂ വകുപ്പ് LDF ഗവൺമെൻറ് നയമനുസരിച്ചുകൊണ്ട് തന്നെ വളരെ ശക്തമായ നിലപാടനുസരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഏത് ഗവൺമെൻറ് അധികാരത്തിൽ വന്നിരുന്നാലും ആ ഗവൺമെൻറ് വിവിധ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ, എല്ലാ ആളുകളും ഹരിചന്ദ്രന്മാരാണ്, ഇല്ലെങ്കിൽ എല്ലാ ആളുകളും സർക്കാരിൻ്റെ നയം നടപ്പിലാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഏത് വകുപ്പിലായിരുന്നാലും ചില ഉദ്യോഗസ്ഥരുണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ നേരത്തെ ശക്തിധരൻ സാറ് സൂചിപ്പിച്ചതുപോലെ പല ഘട്ടങ്ങളിലും ഈ മൂന്നാറിൽ ഇത്തരത്തിൽ പട്ടയമായിരുന്നാലും ഇല്ലെങ്കിൽ കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്ന കാര്യത്തിലായിരുന്നാലും കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഉദ്യോഗസ്ഥർ നന്നായി അവരെ കയ്യേറ്റക്കാരെ സഹായിച്ചിട്ടുള്ള സാഹചര്യം ആ മേഖലയുമായി ബന്ധപ്പെട്ടുണ്ട്. എന്നാൽ ഇവിടെ കേരളത്തിലെ ഗവൺമെൻറ് LDFിൻ്റെ നയമനുസരിച്ചുകൊണ്ട് തന്നെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനകത്ത് റവന്യൂ വകുപ്പ് മന്ത്രി വളരെ ശക്തമായി ആദ്യം തന്നെ കേരളത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി, കയ്യേറ്റക്കാർക്കെതിരെ ശക്തമായ നിലപാട് റവന്യൂ വകുപ്പും ഗവൺമെൻറ്റും സ്വീകരിക്കും. അപ്പോൾ അതുതന്നെയാണ് ആദ്യഘട്ടത്തിൽ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇന്നത്തെ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് കുറേ കൂടി എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും സഹകരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് ഇന്ന് യോഗം വിളിച്ചുകൂട്ടി ഗവൺമെൻറ്റിൻ്റെ നിലപാട് ഒരിക്കൽ കൂടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവർത്തിച്ച് അവിടെ പ്രഖ്യാപിക്കുകയായിരുന്നു. തീർച്ചയായും അത് നമുക്ക് വളരെ ശക്തമായി, അതായത് ശ്രീ സജിലാല് ഇനിയൊരു വ്യക്തത അല്ലെങ്കിൽ സംശയരഹിതമായി ഒരു ഒറ്റ നിലപാടിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുമോ, അല്ലെങ്കിൽ ശ്രീ കുഞ്ഞിക്കണ്ണൻ അടക്കം അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുമായിട്ടൊരു പക്ഷേ രാഷ്ട്രീയ വ്യത്യാസമുള്ളത് കൊണ്ട് പറയുമെന്ന് പറയാം, പക്ഷേ പലർക്കും അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് സംശയത്തിന് ഇട നൽകാത്ത രീതിയിൽ നിലപാട് ഇക്കാര്യത്തിൽ എന്താണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ ഇല്ലയോ? അല്ല, ഇതിനകത്ത് റവന്യൂ വകുപ്പും ഗവൺമെൻറ്റും രണ്ട് ഭാഗത്തുനിന്നോ ഇല്ലെങ്കിൽ അത്തരത്തിൽ റവന്യൂ വകുപ്പിനെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഇതിനകത്ത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം, കേരളത്തിൽ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഈ നയം പ്രഖ്യാപിച്ചപ്പോൾ, നിലപാട് പ്രഖ്യാപിച്ചപ്പോൾ വളരെ ശക്തമായ നടപടികളുമായിട്ടാണ് കേരളത്തിലെ റവന്യൂ വകുപ്പ് മന്ത്രിയും ഇക്കാര്യത്തിൽ പോയിട്ടുള്ളത്. അതിനകത്ത് തുടർന്നും ഇതുമായി ബന്ധപ്പെട്ട് കയ്യേറ്റക്കാരുടെ അടക്കം ലിസ്റ്റ് ക്രമീകരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും അതനുസരിച്ചുകൊണ്ട് തന്നെ ഗവൺമെൻറ് നയമനുസരിച്ചുകൊണ്ട് ശക്തമായ നിലപാട്, ഇവിടെ വൻകിട കയ്യേറ്റക്കാരെ ഭയപ്പെടേണ്ട ഒരു കാര്യവും ഇവിടുത്തെ ഗവൺമെൻറ്റിനോ ഇല്ലെങ്കിൽ റവന്യൂ വകുപ്പിനോ ഇല്ല. കേരളത്തിൻ്റെയും മൂന്നാറിൻ്റെയും ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ടാറ്റ അടക്കമുള്ള വൻകിട കയ്യേറ്റക്കാർക്കെതിരെ ശക്തമായ നിലപാടുകൾ മുമ്പും സ്വീകരിച്ചിട്ടുണ്ട്. 1971 സഖാവ് C. അച്യുതമേനോൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് 4ാം കേരള നിയമസഭയിൽ 2ാം സമ്മേളനത്തിൽ ഈ കയ്യേറ്റക്കാരിൽ നിന്ന്, ഈ വൻകിട കയ്യേറ്റക്കാരിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക നിയമം കൊണ്ടുവന്നത്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് 1,37,000 ഏക്കർ ഭൂമി ടാറ്റയിൽ നിന്ന് തിരിച്ചു പിടിച്ചു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടാറ്റ കോടതിയിൽ പോയിരുന്നു. കോടതിയിൽ പോയി വിധി കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 59,000 ഏക്കർ ഭൂമി അവർക്ക് തിരികെ കൊടുക്കേണ്ടതായിട്ട് വന്നു. കഴിഞ്ഞ LDF ഗവൺമെൻറ്, സഖാവ് VS അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും സഖാവ് KP രാജേന്ദ്രൻ കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലഘട്ടത്തിലും ടാറ്റയിൽ നിന്നും 2007
1380 ഏക്കർ ഭൂമി തിരിച്ചു പിടിക്കുകയുണ്ട്. അപ്പം വൻകിട കയ്യേറ്റക്കാരെ സംരക്ഷിക്കുകയോ ഇല്ലെങ്കിൽ വൻകിട കയ്യേറ്റക്കാർക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയോ ചെയ്യുന്ന സമീപനം കേരളത്തിലെ ഗവൺമെന്റ് ഭാഗത്തു നിന്നും ഇല്ലെങ്കിൽ എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായതും ഒരു പ്രത്യേക അല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു. കാരണം അതായത് ഒന്നുകിൽ പട്ടയ വിതരണം എന്ന വലിയ കാൽവെപ്പ് തടസ്സം ഉണ്ടാക്കുക, അത് അല്ലെങ്കിൽ LDFന്റെ പ്രഖ്യാപിത പദ്ധതിയെ അത് നടപ്പിൽ വരുത്താതിരിക്കാനുള്ള കാലതാമസം ബോധമായി സൃഷ്ടിക്കുക, അല്ലെങ്കിൽ വൻകിടക്കാരെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് ചെറിയ വിഷയങ്ങൾ പോലും ഊതിപ്പെരിപ്പിക്കുന്നു. എങ്ങനെയാണ് ഇതിനെ വ്യാഖ്യാനിക്കേണ്ടത്? ഇവിടെ വിവാദം എപ്പോഴാണ് ഉണ്ടായത്? ഇവിടെ വിവാദമുണ്ടായത് ടോം സക്കറിയ 200 ഏക്കർ ഭൂമി ഈ പാപ്പാത്തിച്ചോലയിൽ കയ്യേറി കുരിശ് സ്ഥാപിച്ച് കുരിശ് കൃഷി നടത്തി അവിടെ കയ്യേറിയപ്പോഴാണ്, കയ്യേറ്റം ഒഴിപ്പിച്ചപ്പോഴാണ്. യഥാർത്ഥത്തിൽ അത് ഇത്തരത്തിൽ ഒരു വിവാദമാക്കി മാറ്റിയില്ലായിരുന്നുണ്ടെങ്കിൽ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഈ ഒരു ഇത്രത്തോളം വിവാദങ്ങൾ അല്ലെങ്കിൽ ആ വിവാദങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെടുകയായിരുന്നു, അതോ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും അല്ലെങ്കിൽ വരുത്താൻ ഇന്നത്തെ യോഗത്തോടുകൂടി കഴിഞ്ഞിട്ടുണ്ടോ? കാരണം ശ്രീ കുഞ്ഞിക്കണ്ണടക്കം നേരത്തെ സൂചിപ്പിച്ച ആരോപണം ഇതൊരു 2 തലത്തിലേക്ക് CPM നിലപാട് എന്നൊക്കെ തന്നെ ഇത്ര തരത്തിൽ വക്രീകരിച്ചത് ബോധപൂർവമാണ് എന്നൊരു നിലപാട് താങ്കൾക്കുണ്ടോ? എനിക്ക് തീർച്ചയായിട്ടും അതുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. എന്തായിരിക്കും ഇതിനകത്ത് ഒരുപാട് ക്ഷുദ്ര ശക്തികൾ ഇടപെടുന്നുണ്ടെന്നുള്ളതാണ്. അതിനകത്ത് ഇന്നിപ്പോൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത പല സംഘടനകളുടെയും ആൾക്കാർ തന്നെ അതിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതായത് മൂന്നാർ ദൗത്യം ആ ദൗത്യമാക്കി അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ എന്നും ഈ രാജ്യത്തിലെ സ്ഥാപിത താല്പര്യക്കാർ എതിർത്തിട്ടുണ്ട്. അത് കയ്യേറ്റക്കാരാണ് അവരെ മുഴുവൻ ആളുകളും, അത് ചെറുതും വലുതുമായാലും അത്തരം കയ്യേറ്റക്കാരെ മുഴുവൻ സംരക്ഷിക്കുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. അത് തകർക്കാൻ ഈ ഗവൺമെൻറ്റിന് കഴിയുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ കാര്യങ്ങൾ ഭംഗിയായി നടക്കും. പക്ഷേ അത് തകർക്കാൻ നമ്മുടെ സംസ്ഥാനത്തെ ഇന്ന് മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ പത്രസ്ഥാപനങ്ങളുടെ പ്രതിനിധികളുണ്ടല്ലോ, അവരതിന് അനുവദിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. യെസ്, തീർച്ചയായും. ശ്രീ കുഞ്ഞിക്കണ്ണൻ, അതാണ് എല്ലാവരും ഒരു പക്ഷേ ചോദിക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രി അടക്കം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കോടിയേരി ബാലകൃഷ്ണനൊക്കെ പറയുന്നത് ഇതിൽ ബോധപൂർവമായ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു വൻകിടക്കാരെ സഹായിക്കാൻ. അതാണ് എക്കാലവും ഒരു പക്ഷേ താങ്കൾ പോലും ആ നിയമപ്രശ്നമായി ചൂണ്ടിക്കാണുന്നത്. വൻകിടക്കാരിതിനെ ഈ കർമ്മ പദ്ധതിയെ തടസ്സപ്പെടുത്തിയേക്കാം, അല്ലെങ്കിൽ ഈ മുന്നോട്ടുള്ള പാതയിൽ കല്ലും മുള്ളും ഒക്കെ ഏത് രീതിയിൽ വരാം. ഇത്തരത്തിലൊക്കെ നോക്കുമ്പോൾ 1ാം ദൗത്യം പരാജയപ്പെട്ടതിലെ പ്രധാന ഘടകമായി താങ്കൾ കാണുന്നത് എന്താണ്? ഇതിൽ രാഷ്ട്രീയമായ ഒരു പക്ഷേ പല വ്യത്യാസങ്ങളോ ചർച്ചകളൊക്കെ ഉണ്ടായാൽ കൂടി അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ ബഹുമാനപ്പെട്ട ശക്തിധരൻ, അദ്ദേഹം ഒരു ദീർഘകാലം പത്രപ്രവർത്തന രംഗത്തുള്ള വളരെ അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിപ്രായ പ്രകടനം നമ്മൾ വരികൾക്കിടയിലൂടെ വായിച്ചാൽ ഒരു വസ്തുത അറിയാം. ഇതിങ്ങനെ പരിഹരിക്കാൻ പോകുന്നില്ല. കാരണം ചില ഛിദ്രശക്തികൾ കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പ് കയ്യിലൊതുക്കിയ സ്വത്തുകൾ നഷ്ടപ്പെടുന്നത് കൊണ്ടും അതുപോലെ തന്നെ മറ്റെല്ലാ സൗകര്യങ്ങളും നഷ്ടപ്പെടുന്നത് കൊണ്ട് അത് പരിരക്ഷിക്കാൻ വേണ്ടി അതിന് പുതിയ പരിവേഷം നടത്തി അത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെതാണെങ്കിൽ പ്രബലമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ചുവരുകൾക്കിടയിൽ നിന്നുകൊണ്ടുള്ള പോരാട്ടം നടക്കുന്നു എന്ന് വസ്തുത അദ്ദേഹത്തിന് നേരിട്ട് പറയാൻ കഴിയില്ല. അദ്ദേഹം അത് പത്ര സമൂഹത്തിന് മുമ്പിലേക്ക് അങ്ങ് മാറ്റിയതേ ഉള്ളൂ. വസ്തുത അതാണ്. സത്യമായി നമ്മുടെ കാര്യങ്ങൾ പറയുമ്പോൾ സത്യസന്ധമായി അവിടെ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ സൂക്ഷ്മതയോടെ പരിശോധിച്ചാൽ എവിടെയാണ് ഈ പറയുന്ന തർക്കങ്ങൾ നിൽക്കുന്നത്, ഏത് ശക്തിയാണ് അതിനടിച്ചമർത്താൻ ശ്രമിക്കുന്നത്, ഏത് താല്പര്യങ്ങളാണ് അവിടെ പരിഹരിക്കപ്പെടുന്നത്, അത് തുറന്നു പറയാൻ പരിമിതികൾ പലതും ഉള്ളത് കൊണ്ട് ഞാൻ അവരോടൊന്നും ആവശ്യപ്പെടുന്നില്ല. പക്ഷേ അതൊരു വസ്തുതയല്ലേ, അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് അറിയില്ലേ? ഈ സമീപകാല സംഭവങ്ങൾ ഓരോന്നും എടുത്തു പരിശോധിച്ചാലും ആ വസ്തുതയിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയില്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ വിഷയം ഇവിടെ പരിഹരിക്കപ്പെടണമെങ്കിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ഛിദ്രശക്തികളെ അവരുടെ മൂക്ക് കയറിടാനുള്ള നടപടികൾ സ്വീകരിക്കണം. ആ ഛിദ്രശക്തികളുടെ മൂക്ക് കയറിടാൻ കഴിയുന്ന ഏക ശക്തി നമ്മുടെ ഈ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്ന പ്രമുഖ പാർട്ടിയും ഒക്കെയാണ്. യെസ്, വടകര ശ്രീ KT കുഞ്ഞിക്കണ്ണൻ CPIM നേതാവ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അതായത് ഈ സർക്കാരിൻ്റെ നടപടി നിലപാട് ഇന്ന് വ്യക്തമായിട്ടുണ്ട്. പക്ഷേ പല സംശയങ്ങളും
നേരത്തെ കോൺഗ്രസ് നേതാവ് ശ്രീ കെ പി കുഞ്ഞിക്കണ്ണനാണ് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് പോലെ എവിടെയാണ് അവിടെ ഈ ദൗത്യമൊക്കെ തടസ്സപ്പെടുത്തി അതിൻ്റെ പിന്നിലൊക്കെയുള്ള ഛിദ്രശക്തികൾ ആരാണ്, അതിൽ ഒരു പക്ഷേ രാഷ്ട്രീയ ചായ്വോട് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. നിലപാടുകളിലേക്കൊക്കെ പോകുമ്പോൾ സർക്കാർ വേർതിരിക്കേണ്ട സ്വന്തം പാളയത്തിൽ നിന്ന് പോലും ഉള്ള ഘടകങ്ങൾ ഉണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ശ്രീ കുഞ്ഞിക്കണ്ണൻ, ഈ മൂന്നാറിന്റെയും പൊതുവെ ഇടുക്കി ജില്ലയുടെയും സർക്കാർ ഭൂമിയുടെ കയ്യേറ്റം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ്. അത് ചരിത്രപരമായി ഉണ്ടായിട്ടുള്ള ഒരു സങ്കീർണതയാണ്. ഒന്നാമത്തെ പ്രശ്നം രാജവംശങ്ങളും കൊളോണിയൽ ശക്തികളും ഒക്കെ ചേർന്നുകൊണ്ടാണ് മൂന്നാറിലെ ഭൂബന്ധങ്ങൾ നിർണ്ണയിച്ചത്. ആ ഭൂബന്ധങ്ങൾക്കകത്ത് നടന്ന കയ്യേറ്റങ്ങൾ, റവന്യൂ ഭൂമി, വനഭൂമി, ഇതിന്റെ കയ്യേറ്റങ്ങൾ, ഇപ്പോ പട്ടയഭൂമിയായിട്ട് വേർതിരിക്കുന്ന ഭൂമി, ഇതെല്ലാം വേർതിരിക്കാൻ കഴിയുന്ന റവന്യൂ വകുപ്പിന്റെയും വനം വകുപ്പിന്റെയും ഒക്കെ ജോയിന്റ് ആയിട്ടുള്ള വെരിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ ഭൂമി തിരിച്ചറിയണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മൂന്നാറിനെ കുറിച്ച് എപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ എസ് രാജേന്ദ്രനെ വലിയ കയ്യേറ്റക്കാരായിട്ട് കോൺഗ്രസുകാരും അവനെ കുടിലൂത്തുന്ന ചില ധാർമ്മികവാദികളായിട്ടുള്ള പരിസ്ഥിതിവാദികളൊക്കെ പറയും. അദ്ദേഹത്തിന് ആകെ താമസിക്കാനുള്ളത് 9 സെന്റ് താഴെ ഭൂമിയാണ്. അതവിടെ നിൽക്കട്ടെ. മൂന്നാറിൽ ഒന്നാമത്തെ കയ്യേറ്റക്കാരനാണ് ടാറ്റയാണ്. ടാറ്റയിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ട ആളുകളാണ് ഇന്ന് അവിടുത്തെ വലിയ റിസോർട്ട് മുതലാളിമാരൊക്കെ ആയിട്ടുള്ള ആളുകൾ. അത് ഏഷ്യാനെറ്റിന്റെയും മനോരമയുടെ MRFന്റെയും ഒക്കെ ആളുകൾക്ക് അവിടെ ഭൂമിയുണ്ട് എന്നുള്ള ഒരു കാര്യം വസ്തുതയാണ്. ഈ ഭൂമിയൊക്കെ തന്നെ ഇത്തരം ആളുകളുടെ കൈകളിലേക്ക് എത്തിയിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു ഏജൻസി ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ടാറ്റയാണ് നമുക്കറിയാം. അപ്പൊ കഴിഞ്ഞ ഒന്നാം മൂന്നാർ ദൗത്യത്തിന്റെ കാലത്ത് തന്നെ 17,400 ഏക്കർ വനഭൂമി ടാറ്റയിൽ നിന്ന് ഒഴിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു. മൂന്നാറിലെ പല ചോല വനങ്ങളും ടാറ്റ കൈയടക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ മൂന്നാറിലെ ഭൂപ്രശ്നം എന്ന് പറയുന്നത് ഇന്ന് കയ്യേറ്റമായിട്ടുള്ള അനധികൃതമായ കൈവശമായിട്ടുള്ള ഭൂമി കണ്ടെത്തണം. അതിനാവശ്യമായിട്ടുള്ള വനം വകുപ്പിന്റെയും റവന്യൂ വകുപ്പിന്റെയും ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തണം. ഈ കയ്യേറ്റക്കാർക്ക് ഒരു എളുപ്പ വഴിയുണ്ട്. അവിടുത്തെ കുടിയേറ്റക്കാരായ 2 സെന്റും 3 സെന്റും 10 സെന്റും 5 സെന്റും ഒക്കെ വീട് വെക്കാനും ഒരു ജീവിതോപാധിക്ക് വേണ്ടി കച്ചവടം ചെയ്യാനൊക്കെ ഉള്ള ഭൂമിയുള്ള ആളുകൾ, അവർക്ക് രേഖാപരമായി ഈ ഭൂമിക്ക് ഉടമസ്ഥയില്ല. അതുകൊണ്ടെന്താണ് കുടിയേറ്റക്കാർ, അത് ചരിത്രപരമായ കാരണങ്ങളാൽ ഉണ്ടായതാണ്. പാവപ്പെട്ട ആളുകൾ, ആ കുടിയേറ്റക്കാരായ ആളുകൾക്ക് അത് റവന്യൂ വകുപ്പും വനം വകുപ്പും ഒക്കെ തന്നെ സംയുക്തമായി പരിശോധിച്ച് പട്ടയം കൊടുക്കണം. ഇപ്പോൾ 1973 മുമ്പുള്ള എല്ലാ കുടിയേറ്റക്കാർക്കും ഈ ഭൂമി റവന്യൂ വനം വകുപ്പിന്റെ ജോയിന്റ് വെരിഫിക്കേഷൻ അടിസ്ഥാനത്തിൽ ഭൂമി കൊടുക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. അതിന്റെ നടപടികളൊക്കെ പോവുകയാണ്. ഞാൻ മടങ്ങിയത് ശ്രീ കുഞ്ഞിക്കണ്ണൻ ദയവായി ശ്രീ പ്രൊഫസർ സീതാരാമൻ, അതായത് സർക്കാരിന്റെ മുന്നിലേക്ക് വരുമ്പോൾ കയ്യേറ്റം ഒഴിപ്പിക്കൽ ഒപ്പം തന്നെ പട്ടയ വിതരണം ഒരു ദ്വിമുഖ കർമ്മ പദ്ധതി, അതാണ് നിങ്ങൾക്കിപ്പോൾ ഒരു പക്ഷേ മുന്നിലേക്ക് പരിസ്ഥിതിവാദികൾ അല്ലെങ്കിൽ പരിസ്ഥിതി പ്രവർത്തകർക്ക് അവിടെ വെക്കാൻ കഴിയുക, അല്ലെങ്കിൽ കയ്യേറ്റങ്ങൾ അല്ലെങ്കിൽ പരിസ്ഥിതി ദുർബല മേഖല. അതേസമയം തന്നെ മറുവശത്ത് സർക്കാരിൻ്റെ ബാധ്യത പട്ടയ വിതരണം എന്ന പ്രഖ്യാപിത ഒരു നയത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ആ ഒരു വെല്ലുവിളി കൂടി സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ചില നിർദ്ദേശങ്ങളിലെങ്കിലും മയപ്പെടുത്തൽ, അത് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത തരത്തിലുള്ള സമഗ്രമായ അല്ലെങ്കിൽ വ്യക്തമായ പ്രായോഗികമായ നിർദ്ദേശങ്ങൾ എന്താണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്? പഴയ കാലത്ത് കുടിയേറിക്കഴിഞ്ഞവർക്ക് 8 സെൻറ്റ് 10 സെൻറ്റ് അല്ലെങ്കിൽ മാക്സിമം 20 സെൻറ്റ് 25 സെൻറ്റ് വരെയുള്ളവർക്ക് അർഹിക്കുന്നതാണെങ്കിൽ അസസ്മെൻറ്റ് കമ്മിറ്റി കൂടിയ ശേഷം പട്ടയം കൊടുക്കുന്നതിൽ തെറ്റില്ല. വലിയ കയ്യേറ്റങ്ങളുള്ളവർക്ക് പട്ടയം കൊടുക്കുന്നത് ഒട്ടും ശരിയല്ല എന്നുള്ളതാണ് പരിസ്ഥിതിക്കാരായ ഞങ്ങളുടെ വാദം. അതായത് ചെറിയ കയ്യേറ്റമുള്ളവരെ, പക്ഷേ കുടിയേറ്റക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുടിയേറ്റക്കാർ എന്ന് പറയുന്നവരുടെ കയ്യിൽ നിന്നെല്ലാം മാഫിയകൾ സ്ഥലം മാറ്റിയെടുത്ത കുടിയേറ്റക്കാരൊക്കെ മിക്കവാറും ഒഴിഞ്ഞു പോയി കഴിഞ്ഞു എന്നാണ് അറിവ്. അപ്പോൾ പട്ടയം ഇപ്പോൾ കിട്ടേണ്ടത് എന്ന് പറയുന്നത് അർഹിക്കുന്നവർക്കാണോ എന്നുള്ളത് യഥാർത്ഥ രീതിയിൽ അസസ് ചെയ്ത ശേഷം മാത്രമേ പട്ടയം കൊടുക്കാവൂ. പട്ടയം കൊടുക്കുന്നതിൽ പരിസ്ഥിതി പ്രവർത്തകർക്ക് സംബന്ധിച്ചിടത്തോളം അങ്ങനെ തീവ്രമായ എതിർപ്പൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിസ്ഥിതി ലോലപ്രദേശമായ മൂന്നാറിനെ സംരക്ഷിക്കുന്നതിന് അനധികൃതമായി അശാസ്ത്രീയമായി ഉണ്ടാക്കിയ കെട്ടിടങ്ങൾ, അതുപോലെ വ്യക്തിയ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് മൂന്നാറിനെ പശ്ചിമഘട്ടത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണമെന്നുള്ളതാണ്. അതിൽ വൻകിട കയ്യേറ്റക്കാർക്ക് യാതൊരു തത്വദീക്ഷയുമില്ലാതെ, അത് മതവിഭാഗത്തിൽപ്പെട്ടവരായാലും
അതല്ല രാഷ്ട്രീയ മേധാവിത്വത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളവരായാലും ആരായാലും ആ കയ്യേറ്റം കർശനമായ നിയമങ്ങളോടുകൂടി ഒഴിപ്പിച്ചെടുത്തിരിക്കണമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ ആവശ്യം. ആ പരിസ്ഥിതി ലോല പ്രദേശമായ മൂന്നാർ അതീവ സുന്ദരമായി അത് ദുരന്തഭൂമിയാകാത്ത രീതിയിൽ അതിനെ സംരക്ഷിക്കണമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരായ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതായത് ഈ കയ്യേറ്റങ്ങളെല്ലാം തന്നെ ഇപ്പോൾ എല്ലാവർക്കും അസസ്മെൻ്റ് അറിയാം. സർക്കാരിന് യഥാർത്ഥ രീതിയിലുള്ള ഒരു ഇച്ഛാശക്തി ഇതിലേക്ക് വരികയാണെങ്കിൽ ഈ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ചില എല്ലാ സംഘടനകളും അറിയിച്ചിരിക്കുന്നു. ശ്രീസ്താർ ശക്തി എന്തായാലും 21-ാം തീയതി മുഖ്യമന്ത്രി അവിടേക്ക് ഇടുക്കിയിലേക്ക് പോവുകയാണ്. ഇനി ഇക്കാര്യത്തിലൊക്കെ കാരണം പല ഭൂമികളും അവിടെ ഉണ്ട്, KCBയുടെ അടക്കം ഉള്ള ഭൂമികളുണ്ട്, പല വകുപ്പുകളിൽ. ഇതൊക്കെ ഇനി ഏകോപിപ്പിച്ച് ഇതിനൊക്കെ ഒരു സമഗ്ര പദ്ധതി, ഇതൊക്കെ പറയുമ്പോൾ ഇന്ന് സർവകക്ഷി യോഗത്തോടു കൂടി കാര്യങ്ങളോ അല്ലെങ്കിൽ ഡെഡ് ലൈൻ നിശ്ചയിച്ച് അല്ലെങ്കിൽ 2 വർഷം എന്നൊക്കെ നിശ്ചയിച്ചാൽ കൂടി തീരുന്നില്ല. ഇതിനൊക്കെ ചടുലമായ ചില പ്രത്യേക കർമ്മ പദ്ധതികളൊക്കെ രൂപീകരിക്കണം, ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ തന്നെ ഏകോപനത്തോടു കൂടിയൊക്കെ. അങ്ങനെയൊക്കെ വരുമ്പോൾ സംശയങ്ങൾ താങ്കൾക്ക് എന്തെങ്കിലും ഉയരുന്നുണ്ടോ? അല്ല, ഇനിയിപ്പോൾ എനിക്ക് സംശയങ്ങളൊന്നുമില്ല. ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അവിടെ ഈ യോഗത്തിൻ്റെ തീരുമാനമായി മുഖ്യമന്ത്രി പറയുന്നത് കേട്ടായിരുന്നു, സമഗ്രമായൊരു നിയമ നിർമ്മാണം കൊണ്ടുവരും. പല പഴുതുകളും ഈ മൂന്നാറിലെ ഭൂമി ഒഴിപ്പിക്കൽ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് നിലനിൽപ്പുണ്ട്. അതിനെല്ലാം പരിഹാരം കാണാൻ കഴിയുന്ന രീതിയിലുള്ള സമഗ്രമായ ഒരു നിയമനിർമ്മാണം ഈ മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം കൊണ്ടുവരികയാണെങ്കിൽ ഒരു പഴുതുമില്ലാതെ കോടതികളിലടക്കം അതിന് ഗവൺമെൻറ്റിനെ അതിജീവിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ 2 വർഷത്തിനകം അവിടെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിലും എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവുമില്ല. അത്തരം ഇച്ഛാശക്തിയുള്ളൊരു ഗവൺമെൻറ്റാണിത്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളിൽ വളരെ വേഗം 5 വർഷം കഴിഞ്ഞ ഗവൺമെൻറ് ഇവിടെ ഭരിച്ചിട്ട് ഈ കാര്യങ്ങളിലേക്കൊന്നും ഒരു നടപടി, ഇതൊന്നും പെട്ടെന്നുണ്ടായ കയ്യേറ്റമൊന്നും അല്ലല്ലോ. ഈ കയ്യേറ്റമൊക്കെ മുൻ ഗവൺമെൻറ്, ഞാൻ കുറ്റപ്പെടുത്താൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞ എല്ലാവർക്കും ഇതിനകത്ത് അവരവരുടേതായ രീതിയിലുള്ള ഒരു ഭാഗഭാഗിത്വം ഉണ്ട്. അത് കണ്ടുപിടിച്ച് അത് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാൽ ഈ പദ്ധതി, ഈ ദൗത്യം വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അത് ഈ ഗവൺമെൻറ്റിനെ കഴിയൂ, വേറൊരു ഗവൺമെൻറ്റിന് കഴിയുകയുമില്ല. യെസ്, ശ്രീ കുഞ്ഞിക്കണ്ണൻ, അവസാനമായി ഇനി പിന്തുണ പ്രഖ്യാപിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനിയുള്ള നടപടിക്രമങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ നിരീക്ഷിക്കുന്നത്? ശ്രീ കോൺഗ്രസ് നേതാവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടെ വീണ്ടും മൂന്നാർ അല്ലേ? അതെ അതെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മൂന്നാറിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്നോടല്ലേ? അതെ 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 അതെ, പറഞ്ഞോളൂ. ഹലോ, അതെ അതെ അതെ, ഹലോ, തീർച്ചയായും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മൂന്നാറിൽ എത്തുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട മന്ത്രി മണിയാട് ഒരു പത്രസമ്മേളനം നടത്തി ഇന്നെടുത്ത തീരുമാനം പൂർണ്ണമായി ഇതിനോട് സഹകരിക്കും, എന്ത് വില കൊടുത്തും അത് വിജയിപ്പിക്കാൻ തയ്യാറാണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ തന്നെ 20% പ്രശ്നമാണ് പരിഹരിക്കപ്പെടും. ഞാൻ ബാക്കി എൻ്റെ ഉള്ളിലേക്കൊന്നും കടക്കുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന വിഷയങ്ങളാണ്. അപ്പോൾ ഈ വിഷയങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഛിദ്രശക്തികളുടെ കയ്യിലിട്ട് ആവശ്യമില്ലാത്ത വിധം അതിനെ വല്ലാതെ പഴിപ്പിച്ച് കളയുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. രണ്ടാമത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമഗ്രമായ നിയമനിർമ്മാണം വേണ്ടിവരും. ഇതുപോലുള്ള സങ്കീർണമായ വിഷയങ്ങൾക്ക് സമഗ്രമായ നിയമനിർമ്മാണം വേണ്ടിവരും. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ ഏതെങ്കിലും തരത്തിലുള്ള അപാകതയുണ്ടെങ്കിൽ കർക്കശമായ രീതിയിൽ സമീപനങ്ങൾ സ്വീകരിക്കേണ്ടി വരും. എങ്കിലും പക്ഷപാതപരമല്ലാതെ ഞാൻ പറയട്ടെ, ഇപ്പോഴും ഈ അടുത്ത കാലത്ത് നടക്കുന്ന ഔദ്യോഗിക തലത്തിലുള്ള നടപടി, റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ പ്രവർത്തനങ്ങൾ തെറ്റിദ്ധാരണാജനകമായ പ്രചരണങ്ങളുണ്ടെങ്കിൽ പോലും അങ്ങനെ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണാജനകമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ എവിടെയും കാണുന്നില്ല എന്ന വസ്തുത പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തന രീതിയിലും സമ്മതിക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ ഇവിടെ വെച്ചത് കൊണ്ട് തന്നെ എല്ലാം യോജിപ്പിച്ച് മുന്നോട്ട് പോകാൻ കുറച്ച് വേഗത്തിലാക്കാം. പക്ഷേ ഈ ഛിദ്രശക്തികൾ അവരെ പേരെടുത്ത് പറയുന്നില്ല, അവരായുധം താഴെ വെച്ചില്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് നടന്ന ഈ കാര്യങ്ങൾ എത്രത്തോളം ഫലപ്രദമാകുമെന്ന് നമുക്ക് നോക്കിക്കാണാം. യെസ്, തീർച്ചയായും. ശ്രീ സജിലാല്, ഇനി ആ പറഞ്ഞതുപോലെ ഒരു വേറെ ചർച്ചയുടെ തലമാണ് അദ്ദേഹം തുറന്നിട്ടതെങ്കിൽ കൂടി അതിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഇനിയുള്ള നടപടികൾ അത് LDFിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയോടുകൂടി വേണം, സർക്കാരിൻ്റെ പിന്തുണ, റവന്യൂ വകുപ്പിൻ്റെ നിലപാട്. തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാരിൻ്റെ നിലപാടാണ് റവന്യൂ വകുപ്പ് നടപ്പിലാക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും മുന്നണി ഗവൺമെൻറ്റിൻ്റെയും നിലപാടാണ് അവിടെ ആദ്യം മുതൽ നടപ്പിലാക്കുന്നത്.
സ്വാഭാവികമായും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ LDF അധികാരത്തിൽ വരുമ്പോഴാണ് ഇത്തരത്തിൽ കയ്യേറ്റക്കാർക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നത്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ കയ്യേറ്റക്കാർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ എല്ലാ വിഭാഗം ആളുകളുടെയും അതിനകത്ത് രാഷ്ട്രീയത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മത സാമുദായികത്തിൻ്റെ പേരിലോ ഒരു കയ്യേറ്റക്കാരനും രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള ശക്തമായ നിലപാട് വരും ദിവസങ്ങൾ ഉണ്ടാകുമെന്നാണ് എനിക്ക് പ്രതീക്ഷിക്കുവാനുള്ളത്. യെസ് വളരെ നന്ദി. ചർച്ചയിൽ പങ്കുചേർന്ന ശ്രീ KP കുഞ്ഞിക്കണ്ണൻ, ഒപ്പം KT കുഞ്ഞിക്കണ്ണൻ രണ്ടുപേരും, ഒപ്പം സജിലാല്, പ്രൊഫസർ സീതാരാമൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ SR ശക്തിധരൻ. ന്യൂസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.